നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഒരു സംശയമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ 5, 7, 9 മുതലായ പാഠപുസ്തകങ്ങൾ ഈ വർഷം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു, പുതിയ പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ നാളുകളായിട്ട് 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് ഇതാണ്. ജനറൽ സയൻസ് 10 മാർക്കിന് ഇത്രയും ടോപ്പിക്, നമ്മൾ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ഇത്രയും ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ 5, 7, 9 പാഠപുസ്തകം മാറിയത് കൊണ്ട് തന്നെ ആ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങൾ ഇപ്പം നിലവിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ബയോളജിയിൽ നിന്നും അല്ലെങ്കിൽ ബേസിക് സയൻസിൽ നിന്നും പഠിക്കണമെന്ന് പറയാം. ഇപ്പം ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടാമത് കണ്ടോ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അത് 6ാം ക്ലാസ്സിൽ നമുക്ക് സ്ഥിരമുള്ളതാണ്. എന്നാൽ രോഗങ്ങളും രോഗകാരികളും 5ാം ക്ലാസ്സിൽ പാഠപുസ്തകം മാറിയപ്പം വ്യാധികൾ പടരാതിരിക്കാൻ 5ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ പാഠമാണ്. ഏതാണ്? വ്യാധികൾ പടരാതിരിക്കാൻ. ഇത് കൃത്യമായിട്ട് വായിക്കുക. അപ്പൊ ഇതിനകത്ത് എടുക്കേണ്ട ഇഞ്ചക്ഷൻസിനെ പറ്റിയിട്ടും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഇഞ്ചക്ഷൻസ് ഏതൊക്കെ സമയത്താണെന്നും, അതുപോലെ പ്രധാനപ്പെട്ട രോഗപ്രതിരോധ ശേഷി എന്താണെന്നും, അതുപോലെ ശുചിത്വത്തിനെ പറ്റിയിട്ടും രോഗങ്ങളെ പറ്റിയിട്ടും ഒക്കെ കൃത്യമായിട്ട് ഈ പാഠത്തിൽ, വളരെ ബേസിക് ആയിട്ടുള്ള പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിക്കുക. ഓക്കെ ആണല്ലോ. വ്യാധികൾ പടരാതിരിക്കാൻ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം? നമ്മുടെ ഇപ്പൊ പറഞ്ഞ രോഗങ്ങളും രോഗകാരികളും പഠിക്കുക. ദെൻ വനങ്ങളും വനവിഭവം, അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് 1ാമത്തെ പാഠം കണ്ടോ, ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ഈ ഒറ്റയല്ലൊരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ പറ്റിയിട്ടും ബാക്കി ഫുഡ് വെബിനെ പറ്റിയിട്ടും ഫുഡ് ചെയിനെ പറ്റിയിട്ടും ഒക്കെയാണ് പറയുന്നത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല. അപ്പൊ അതൊന്നും കൂടെ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അതിനകത്ത് ഈ പരാതങ്ങളെ പറ്റിയിട്ടും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഫുഡ് വെബ്. താഴോട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. താഴോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഊർജം ലഭിക്കാൻ ഇതെല്ലാം വായിച്ചുകൊണ്ട് അതിന്റെ ഈ വർണ്ണ വസ്തുക്കളെ പറ്റിയിട്ടും സ്ഥിരം ചോദ്യമാണ് ഇതൊക്കെ. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിഥേയരും അതിഥികളും എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് വനവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഈ പറഞ്ഞ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടും പഠിക്കുക. എപ്പിഫൈറ്റുകള് കണ്ടോ, അർദ്ധപരാതങ്ങള്, അതുപോലെ പൂർണ്ണപരാതങ്ങള്, ഇതൊക്കെ ബേസിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ, താഴോട്ട് വരുമ്പോൾ ഊർജം, പ്രവൃത്തി ഊർജം അതിന്റെ പരിവർത്തനം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും സൗരയൂഥം സവിശേഷതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും കുറച്ച് ചാപ്റ്റേഴ്സ് സെക്കൻഡ് സെക്ഷനിൽ. അപ്പൊ ഇത് ഫസ്റ്റ് സെക്ഷനിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നോക്കിയില്ലെങ്കിലും ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ 2 ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വ്യാധികൾ പടരാതിരിക്കാൻ ഒറ്റയല്ലൊരു ജീവി. ഇനി സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനകത്തൊന്നും നിങ്ങൾ നോക്കേണ്ടത് കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ISROയെ പറ്റിയിട്ടും അതുപോലെ സൗരയൂഥത്തിനെ പറ്റിയിട്ടും ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. എന്താണ് ആകാശ നിരീക്ഷണം, അതുപോലെ വേട്ടക്കാരനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് സപ്തർഷി എന്താണ്, അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹം എന്താണെന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ISROയെ പറ്റിയിട്ടും ISROയുടെ ചന്ദ്രയാൻ 1 തൊട്ട് 3 വരെയുള്ള കാര്യങ്ങളെ പറ്റി, മംഗൾയാനെ പറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ ചേരുംപടി ചേർക്കാനും നമ്മുടെ പൂരിപ്പിക്കാനൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ഉൾപ്പെടെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ലോഡ് ആവാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഇത് കണ്ടോ, കൃത്രിമ ഉപഗ്രഹങ്ങൾ, ഇൻസാറ്റ് വാർത്താവിനിമയത്തിനാണ്, എജുസാറ്റ് വിദ്യാഭ്യാസം, IRNSS എന്താണ്, ഗതി നിർണയം, അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റോക്കറ്റുകൾ എന്താണെന്നും ISROയെ പറ്റിയിട്ടും. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഇത് പൂരിപ്പിക്കാനൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് പൂരിപ്പിച്ചൊക്കെ നോക്കുക. ചന്ദ്രയാത്രകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയാൻ 1, 2, 3. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു പ്രധാനമായിട്ടും ഒരു പദപ്രശ്നം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പലതും നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലസ്കോപ്പ്, അതുപോലെ ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യത്തെ ദൗത്യം 2026 പൂർത്തീകരിക്കാൻ പോകുന്ന ദൗത്യമാണ്. അതൊക്കെ കറണ്ട് അഫെയർ ആണ് കൂടുതലായിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ആ ചാപ്റ്ററും അതിന്റെ കൂട്ടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഊർജവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് സിലബസിൽ എന്താണ് ഊർജവും അതിന്റെ പരിവർത്തനവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇതിനകത്ത് കിടക്കുന്ന അടുത്ത ഒരെണ്ണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. എന്താണ് ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. അപ്പൊ കയ്യെത്തും ദൂരത്ത് ആകാശം, രണ്ടാമത്തെ പാർട്ട് ഊർജ സ്രോതസ്സുകൾ. ദെൻ
വേണമെങ്കിൽ ജന്തുജാലങ്ങളും കൂടെ വായിക്കാം. അപ്പം 5ാം ക്ലാസ്സിൽ നിന്നും 4 ചാപ്റ്റേഴ്സ് ഉറപ്പായിട്ടും വായിക്കാം. സമയമനുസരിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഓരോ ചാപ്റ്ററും അതിൻ്റെ സൊല്യൂഷൻസും ചെയ്ത് ഓരോ ചാപ്റ്ററും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് തീർത്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.